ഞാൻ എം ഗംഗാധരൻ നായർ, മെഡിക്കൽ ബ്ലോഗർ. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷാഘാതത്തിനെ പറ്റിയാണ്. ലോക പക്ഷാഘാത ദിനം ആചരിക്കുന്നത് 29 ഒക്ടോബറിലാണ്. പക്ഷാഘാതത്തിൻ്റെ ഗൗരവം, അതിൻ്റെ തോത് വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തടയുകയും ചികിത്സിച്ച് ഭേദമാക്കുക, കൂടാതെ പക്ഷാഘാതം നേരിട്ടവർക്ക് വേണ്ട സഹായങ്ങൾ ശുശ്രൂഷ ചെയ്യുക തുടങ്ങിയവയാണ് ഈ ദിനം കൊണ്ട് ആചരിക്കുന്നത്. പക്ഷാഘാതം പിടിക്കുകയാണെങ്കിൽ അവർ ചലനമറ്റ് കട്ടിലിൽ കിടക്കും. ചിലപ്പോൾ കാഴ്ചശക്തി നഷ്ടപ്പെടും, ചിലപ്പോൾ സംസാരശക്തി നഷ്ടപ്പെടും. കൂടുതൽ നാൾ കട്ടിലിൽ കിടക്കുകയാണെങ്കിൽ ബെഡ്സോർ വരുന്നതാണ്. ആയതിനാൽ ഇതിൻ്റെ പക്ഷാഘാതം വരാതിരിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷാഘാതം ഹൃദ്രോഗം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമാണ് ഉള്ളത്. പക്ഷാഘാതം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത സ്ഥാനം ക്യാൻസറിനാണ്. പക്ഷാഘാതം 2 തരത്തിലുണ്ട്. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക്, മറ്റൊന്ന് ഹെമറേജിക് സ്ട്രോക്ക്. ഈ ഇസ്കീമിക് സ്ട്രോക്ക് എന്നാൽ ഒരു രക്തക്കട്ട തലച്ചോറിൽ എത്തിപ്പെടുകയാണെങ്കിൽ ആ രക്തക്കട്ടയുടെ അപ്പുറം ഉള്ള നാഡീ സെല്ലുകൾ കോശങ്ങൾ മരിച്ചു പോകുന്നു. അങ്ങനെ ഒരു സ്ട്രോക്ക് ഉണ്ടാകുന്നു. തലച്ചോറിൻ്റെ ഇടതുവശത്താണ് ക്ഷതം സംഭവിച്ചെങ്കിൽ ശരീരത്തിൻ്റെ വലതുഭാഗമാണ് സ്തംഭിക്കുന്നത്. തലച്ചോറിൻ്റെ വലതുവശത്താണ് കേടുപാട് പറ്റിയെങ്കിൽ ശരീരത്തിൻ്റെ ഇടതുഭാഗമാണ് സ്തംഭിച്ചു പോകുന്നത്. ഹെമറേജിക് സ്ട്രോക്ക് 2 വിധമുണ്ട്. ഒന്ന് ഇൻട്രാസെറിബ്രൽ ഹെമറേജ്. ഇൻട്രാസെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത് തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാകുകയാണ്. അടുത്തത് സബ് അരക്നോയിഡ് ഹെമറേജ്. തലച്ചോറിൻ്റെ ചുറ്റി മെനിങ്കിസ് എന്നുള്ള പാടയുണ്ട്. ഈ പാട വാസ്തവത്തിൽ 3 പാടകളാണ്. ഏറ്റവും ഉള്ളിലുള്ള പാട, മൃദുലമായ പാട, പിയ മീറ്റർ എന്ന് പറയും. പിയ മീറ്റർ. അത് കഴിഞ്ഞിട്ട് ഉള്ള പാടയാണ് അരക്നോയിഡ് മീറ്റർ. ഏറ്റവും പുറമേ ഉള്ള തലയോട്ടിക്കുള്ളിൽ ഏറ്റവും പുറമേ ഉള്ള പാടയാണ് ഡ്യൂറാമീറ്റർ. ഡ്യൂറാമീറ്റർ അല്പം കട്ടി കൂടിയതാണ്. പിയ മീറ്ററിനും അരക്നോയിഡ് മീറ്ററിനും ഇടയിലാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിൽക്കുന്നത്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ സ്ഥിതിയുടെ കാരണം തലച്ചോറിന് ഏതെങ്കിലും ഹാനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. തല പല സ്ഥലങ്ങളിലും ശക്തിയായി ഇടിക്കുകയാണെങ്കിൽ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഒരു കുഷൻ മാതിരിയാണ് പ്രവർത്തിക്കുന്നത്. ഈ അരക്നോയിഡ് പിയ മീറ്ററിനും അരക്നോയിഡ് മീറ്ററിനും ഇടയ്ക്കാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അതിലേക്ക് ഞരമ്പ് പൊട്ടി രക്തമൊലിക്കുന്നതിനെയാണ് സബ് അരക്നോയിഡ് ഹെമറേജ് എന്ന് പറയുന്നത്.